അതെ, എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഒരു കാര്യമില്ലെന്നേ, ആരും പച്ചക്കറി മേടിക്കാൻ വരുന്നില്ല. എത്രയാന്നറിയോ ചീഞ്ഞിട്ട് ഇങ്ങനെ പയ്യന്റെ തൊട്ടിയിലിടണു കുറെ കളയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ലാഭമില്ല കാര്യം. നല്ല കണ്ണായ സ്ഥലത്തല്ലേ ഈ പച്ചക്കറിയിൽ നടന്നത്? ആ റോഡ് സൈഡിലതാ ഈ സ്ഥലമൊക്കെ നമ്മുടെ അല്ലേ. ഈ പച്ചക്കറിയിൽ അങ്ങോട്ട് നെട്ടി നിരത്തിയിട്ടേ ആടെ ഒരു ടർഫ് ഗ്രൗണ്ട് ആക്കിയാലോ? കൊല്ലത്തിൽ പൈസ കിട്ടും, നല്ല പൈസ. വളവിടുണ്ടോ ഒന്നും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ആടെ ഇരുന്നാ മതി. കസേരമ പൈസ കൊടുത്തൊരാള്. അതൊന്നും ശരിയാവില്ല ഉണ്ണിയെ. നമ്മള് പാരമ്പര്യമായിട്ട് കർഷകരാണ്. മണ്ണിലെ പണിയെടുത്ത് ജീവിച്ചു. ഇതിന്റെ ഒരു മഹത്വം വേറെയാണ്, അത് മറ്റുള്ളവർക്ക് അറിയില്ല. അവിടെ എന്നിട്ട് മാറിക്കേട്. അല്ല, ഇതൊരു നാടനാകുന്നോണ്ട് തിന്നോക്കെ അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അറിയാൻ വേണ്ടി. അങ്ങനെ തിന്നോക്കണ്ട, കാശ് കൊടുത്ത് കുടുംബത്ത് വാങ്ങി കൊണ്ടുപോയിട്ട് നല്ല കറി വെച്ച് കഴിക്കാം. അന്ന് കൊല നടന്നു പോന്ന് നിങ്ങളെ പറമ്പെന്നല്ലേ കൊല പോന്ന്? അത് ഇവിടെ രാഘവേട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത? എടോ, അത് എന്റെ പറമ്പെന്നല്ല. രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ വീട്ടിലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കും. മെലിഞ്ഞ കായുള്ള കൊല നോക്കിയിട്ട് മൂപ്പര് മേടിക്കൂ. എന്തിനറിയോ? നാടൻ കൊലയാന്ന് പറഞ്ഞ് വിൽക്കാൻ. എന്തിനടാ അയാള് പൊക്കോട്ടെ? എന്റെ വകയിലൊരു വെല്ലിച്ചാണ്, വലിയ ഗുണമൊന്നുമില്ല. എന്റെ രാഘവട്ടെ, ഈ സുഗതേട്ടൻ്റെ അടുത്ത് നല്ല നാടൻ കൊല ഉണ്ടാകുമ്പോ നീங்க ഇങ്ങ് പുറത്തു പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ എന്താ എന്നോട് ചോദിച്ചേ? അതെ, നല്ല നാടൻ കൊല സുഗതേട്ടന്റെ വിൽപ്പനക്ക് ഉണ്ടാകുമ്പോ എന്തിനാ പുറത്തു പോയിട്ട് മേടിക്കേണ്ട ആവശ്യം? എടാ, ഞാൻ കച്ചവടത്തിലല്ലേ ഇരിക്കുന്നേ. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന ഈ കായ് വിറ്റാലേ എനിക്ക് കിലോക്ക് 20 റുപ്യ ലാഭം കിട്ടും. ഈ സുഗതന്റെ കായ് വിറ്റാലോ എനിക്ക് 5 റുപ്യം കൂടെ കിട്ടൂലാന്ന്. അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം. നാടൻ കായോ ഫോറിൻ കായോ ഒന്നും ആക്കില്ല. അവര് നേന്ത്രപ്പഴം കണ്ട വില ചോദിച്ചു, കുറഞ്ഞ വില ചെയ്യണേ. നാടൻ കായാന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യം എന്താ? ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രമാണ്. അത് പിന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചെയ്യുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു നാടൻ കായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന കായ ഈ വിലക്ക് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബം പോലെ തന്നെ. അവനവന്റെ കാര്യം നോക്കിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ? അതെ, എല്ലാരും ഇപ്പൊ നാടെ നന്നാക്കാനല്ല നിൽക്കുന്നത്. നീ ഇപ്പൊ നാടെ നന്നാക്കാനൊക്കെ പിന്നെ വെറുതെ വർത്താനം പറയാ. വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് 3 പഴം നീ ഉരിഞ്ഞ പൈസ കൊണ്ടാ. 3 നീ ഉരിഞ്ഞില്ല ഇപ്പൊ. ഇതെങ്ങനെ ഇവിടെ ഒന്ന്? അതെല്ലാം വരും, നീ പൈസ കൊണ്ടാ. തിരക്കുള്ള ഇത് നമ്മ ഈ തൊലി വലിച്ചാൻ പൈസ കൊണ്ടാ. വെല്ലിച്ചനല്ലേ? എന്ത് വെല്ലിച്ചാൻ? അങ്ങാടിയിൽ തിരക്കുള്ള